ഞാനിപ്പോൾ മൂകാംബി അമ്മയുടെ നടക്കിലാണ്. അടുത്ത് വന്നപ്പോൾ ഇതിന് മുന്നിൽ നിന്നപ്പോൾ ഏറ്റവും വിഷമം തോന്നിയത് എന്താറിയോ, ഇവിടെ വരുന്നത് ആരൊക്കെയാണെന്നറിയില്ല, മലയാളീസ് ഉണ്ടാവും, മറ്റ് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരുണ്ടാവും. പക്ഷെ ഒരാൾ പോലും വൃത്തിയായിട്ട് ഇത് സൂക്ഷിക്കുന്നില്ല. ഇപ്പോൾ അണ്ടർവെയർസ് ആയിക്കോട്ടെ, കുട്ടികളുടെ സ്നാഗി ആയിക്കോട്ടെ, എല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞിട്ടേക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് കാണിക്കാൻ തന്നെ നമുക്ക് സങ്കടമാണ്, കാരണം അത്രയും മോശമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അനൗൺസ്മെന്റ് ഒക്കെ കൃത്യമായിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവിടെ ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാ അനൗൺസ്മെന്റിനും ഒരു കുറവുമില്ല, ത്രൂ ഔട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരാൾ പോലും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ വരുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് ആയാലും അണ്ടർവെയർസ് ആയാലും കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ലോ, അപ്പോൾ അവരെ സ്നാഗുകളായാലും ഒക്കെ ഇടാതെ നോക്കുക. തീർച്ചയായിട്ടും മുതിർന്നവർ തന്നെയായിരിക്കും ഇത് ഇത്രയും വൃത്തികേടാക്കുന്നത്. എന്തായാലും മനുഷ്യർ എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാറിപ്പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വിഷമമുണ്ട് കാണുമ്പോൾ. നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ കാണിക്കാം. ഒട്ടും വൃത്തിയായിട്ടല്ല കേട്ടോ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കൈയും കാലും കഴിയില്ല, വെള്ളവും കുറവാണ്. ഇതും കൂടെ കണ്ടോടെ ഒട്ടും കുളിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതൊക്കെ അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാണ്. ഇനി റൂമിൽ പോയി കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. എന്താ ചെയ്യാം. കൊല്ലൂർ അമ്പലത്തിലെ തൊഴുത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി നമുക്ക് സർവജ്ഞപീഠത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിറങ്ങി. വേറൊന്നും കൊണ്ടല്ല, അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോകുന്നതാണ് നല്ലത്. വെയിലൊന്നും അത്ര കൂടുതൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും അത്ര നേരം കാത്തു നിന്നാൽ ചിലപ്പോൾ യാത്ര പോലും നടക്കില്ല. കാരണം ഇതിനു മുന്നൊരിക്കൽ വന്നപ്പോഴും എനിക്കത് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല, കുറച്ച് വെയിലായാലും നമുക്കിപ്പോൾ തന്നെ പോവാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊരു ജീപ്പ് എടുത്തു. കാരണം നമ്മൾ കുറച്ച് പേര് ചേർന്ന് ഷെയറിലാണ് ആ ജീപ്പ് എടുത്തത്. അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ആ ജീപ്പ് എടുത്ത് സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുന്ന സമയമായിരുന്നു. ഒരു പക്ഷെ ഇപ്പോൾ ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിറച്ചും മണ്ണും പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നെ അതൊന്നും ബാധിച്ചില്ല. കാരണം എൻ്റെ ഉള്ള ആഗ്രഹം മുഴുവൻ ആ സർവജ്ഞപീഠത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ മണ്ണിട്ട വഴിയിലൂടെ യാത്രയിലെല്ലാം എൻ്റെ മനസ്സ് മുഴുവൻ അതിലും സ്പീഡിൽ യാത്ര ചെയ്യായിരുന്നു. സർവജ്ഞപീഠത്തിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ളതിൽ. എന്തായാലും ഞങ്ങൾ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ചുറ്റിനും നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കടന്നാണ് നമ്മൾ പോയത്. ഇപ്പം നമ്മൾ പ്രധാന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ആ കാട്ടിലേക്കുള്ള വഴിയിൽ അവിടെ ഒരു ടോളൊക്കെ ഉണ്ട്. ആ ടോൾ എടുക്കാൻ നമ്മൾ നിർത്തി. അവിടെ നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും പേരുടെ പൈസ അവിടെ അടയ്ക്കണം. അപ്പം നമ്മളുടെ നിന്ന് അതൊക്കെ കളക്ട് ചെയ്ത് ഡ്രൈവർ അതവിടെ കൊടുത്ത് ടോൾ എടുക്കുകയാണ്. അപ്പോഴും ഞാൻ വീണ്ടും കൊതിക്കുകയാണ്, ദൂരം കുറഞ്ഞു വരികയാണല്ലോ അവിടെ എത്താനുള്ളതെന്ന്. ഇവിടെ നിന്ന് നമ്മൾ സർവജ്ഞപീഠത്തിലേക്കുള്ള മെയിൻ കയറ്റം സ്റ്റാർട്ട് ചെയ്യുകയാണ്. യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് കല്ലും മണ്ണും കുഴിയും ഇതൊക്കെ ആയിട്ടാണ് യാത്ര. പക്ഷെ എൻ്റെ കൂടെ ഇരുന്നവർ പറഞ്ഞു ഇതിനു മുന്നേ ഇതിലും ഭയങ്കര ഭീകരമായ യാത്രയായിരുന്നു അതെന്ന്. പക്ഷെ എനിക്ക് ഈ യാത്ര തന്നെ അത്യാവശ്യം ഭീകരമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊന്നും എന്നെ ബാധിച്ചില്ല. കാരണം സർവജ്ഞപീഠം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം, എന്നെ അപേക്ഷിച്ച് എനിക്കതൊരു വലിയ ആഗ്രഹമായിരുന്നു. ചുറ്റുപാടും നിറച്ച് കാഴ്ചകളൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ജീപ്പ് യാത്രയുണ്ട്. ആ യാത്ര ചെയ്ത് ജീപ്പ് നമുക്ക് അവിടെ ഒരു മൂലസ്ഥാനമുണ്ട് ഭഗവതിയുടെ. അവിടം വരെ നമുക്ക് ജീപ്പിന് പോകാൻ പറ്റുള്ളൂ. പിന്നീട് അവിടെ നിന്ന് നമ്മൾ നടന്ന് കയറി പോകണം. എന്തായാലും ഞാൻ ഭയങ്കര ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അന്ന് മുതലേ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു സർവജ്ഞപീഠം. അതിലേക്ക് എത്തുന്ന ഒരു എല്ലാ സന്തോഷത്തോടും കൂടി എൻ്റെ മനസ്സിങ്ങനെ ജീപ്പിനേക്കാളും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എതിരെ ഇപ്പോൾ 2 വണ്ടി വന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഇത്രയും വലിയ എന്താ പറയുക, കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡ്. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആലോചിക്കുക, ഇവർ ദിവസവും എത്ര പ്രാവശ്യം ഇവിടെ വരുന്നുണ്ടാവും.
ഒന്നോർത്തല്ല അവരൊരു ഭാഗ്യവാന്മാരും കൂടിയാണ്. കാരണം അവർക്ക് ഈ സർവജ്ഞപീഠത്തിലേക്കുള്ള വഴിയിലൂടെ എത്രയോ ദിവസം പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ജീപ്പ് യാത്ര ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. നല്ല പൊടിയുണ്ട് കേട്ടോ, മണ്ണും പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ട് പുറകെ ഒരു ജീപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഹോൺ അടിക്കും. അപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ ഇങ്ങനെ മനസ്സിൽ തന്നെ പറഞ്ഞു, ചേട്ടാ ആ വണ്ടിയെ കയറ്റി വിടണ്ട, നമുക്ക് ആദ്യം പോവാന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കും, ഈ വണ്ടി ഞങ്ങളെ കവർ ചെയ്ത് പോവുമെന്ന്. പക്ഷെ നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ ഒട്ടും മോശമായിരുന്നില്ല. പുള്ളി അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്ക് ബാക്കിലെ വണ്ടി സ്പീഡ് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇയാൾ ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമമാണല്ലോ എന്ന്. പക്ഷെ അത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. നമ്മൾ യാത്ര ചെയ്യുന്നത് എത്ര എന്താ പറയുക ബുദ്ധിമുട്ടുള്ള വഴി കൂടെയാണ്. ആ വണ്ടിയുടെ ഒരു കുലുക്കവും ബഹളമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടിയെ കവർ ചെയ്ത് പോകാനുള്ള ഒരു ശ്രമമെന്ന് എനിക്ക് തോന്നി. എന്തായാലും കുറച്ചു നേരം ഞാൻ അത് നോക്കിയിരുന്നു. കാരണം പുറത്ത് നല്ല മണ്ണും പൊടിയൊക്കെയാണ്. അപ്പം എത്ര നേരം നമുക്ക് പുറത്തെ കാഴ്ചകൾ ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലോ. അപ്പം ഇടയ്ക്ക് ഞാൻ കൗതുകത്തോടെ നോക്കി. അത് ആ ചേട്ടൻ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ നല്ല സുന്ദരമായ കാഴ്ചകൾ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു തുടങ്ങി, മലനിരകളും എല്ലാം. അപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം നമ്മളുടെ ഈ ഒരു ജീപ്പ് യാത്ര മൂലസ്ഥാനത്തേക്ക് എത്താറായെന്ന്. അതിമനോഹരമായ ആ കാഴ്ചകളിലേക്ക് കണ്ണു നട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഈ ജീപ്പ് യാത്ര അവസാനിക്കുന്നത് കുടജാദ്രിയിലെ മൂലക്ഷേത്രത്തിലാണ്. അതായത് കുടജാദ്രിയിലെ മൂലക്ഷേത്രം എന്ന് വെച്ചാൽ ദേവി മുഖാസുരനെ വധിച്ച് ആയുധം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സ്ഥലമാണ്. അതായത് ഭൂമിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന ആ സ്ഥലം. അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ നടന്നു പോകേണ്ടത്. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ആ സർവജ്ഞതയെയും ഇല്ലാതാക്കുന്ന, സർവജ്ഞാനത്തെയും ഉണർത്തുന്ന സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര. ഒരുപക്ഷെ കുടജാദ്രി മലകൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് കുടജം അല്ലെങ്കിൽ ഗിരിമല്ലിക എന്ന് പറയപ്പെടുന്ന ഒരു ചെറു സസ്യം ധാരാളം പടർന്നിരുന്ന ആ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ മലനിരകൾക്കൊക്കെ കുടജാദ്രി എന്ന് പേര് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ മൂലക്ഷേത്രത്തിൽ നിന്ന് സർവജ്ഞപീഠം നിലകൊള്ളുന്ന, അല്ലെങ്കിൽ ശങ്കരാചാര്യർക്ക് വെളിപാടുണ്ടായി അല്ലെങ്കിൽ ദേവി ദർശനം കൊടുത്ത സ്ഥലത്തിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. ഞാൻ കയ്യിലൊരു ചെറിയ വടിയെല്ലാം എടുത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം എത്രത്തോളം കല്ലും ദുർഘടം പിടിച്ച വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര ദൂരം നടക്കണമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ആ സർവജ്ഞപീഠ അന്വേഷിച്ചുള്ള യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബോധതലങ്ങളിൽ ആഴത്തിൽ ഉണർവും ഊർജവും പകരുന്ന കുടജാദ്രി, ആ കുടജാദ്രിയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ് സർവജ്ഞപീഠം തേടി. സത്യം പറഞ്ഞ ക്ഷീണിച്ചിട്ടിരുന്നതാണ്. എന്നാലും ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് സർവജ്ഞപീഠം കയറാന്നുള്ളത്. കോവിഡിനൊക്കെ ശേഷം കുറേ കാലം യാത്രയൊക്കെ ചെയ്തിട്ട്, എന്നാലും ഭഗവാനെ വിചാരിച്ച് നമ്മളങ്ങനെ നടക്കുകയാണ്. എത്തിയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു മൂലക്ഷേത്രത്തിൽ നിന്നും കുത്തനെയുള്ള കയറ്റം കയറി വന്ന് എപ്പോഴും വലിയ ഒരു പുൽമേട്ടിലാണ്. കാരണം അത് കഴിഞ്ഞാൽ അടുത്ത ഒരു കുത്തനെയുള്ള കയറ്റം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു യാത്ര. ഇതിന് ചുറ്റും ധാരാളം നമുക്ക് മലനിരകളൊക്കെ കാണാം. ഏകദേശം പകുതി കഴിഞ്ഞ് നമ്മൾ പകുതിയും കൂടെ കയറാനുണ്ട്. നല്ല കുത്തനെയുള്ള ഒരു കയറ്റാട്ടാണ് കയറാനുള്ളത്. വൈകുന്നേരം ഏതാണ്ട് ചൂടിന് കുറവുണ്ട്. ഇവിടെ ഒരുപാട് പേര് തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ആ തപസ്സിൻ്റെയൊക്കെ ഒരു ഉണർവ് ഊർജ്ജമൊക്കെ നമുക്ക് കാണാം. എന്താ പറയുക, ഒരു പ്രത്യേക തരം സുഖവും സന്തോഷവും മനസ്സിന് സമാധാനവും ഒക്കെ തരുന്നൊരു സ്ഥലത്തുകൂടെയുള്ള യാത്ര. ഈ യാത്രയിൽ ഞാൻ വിശ്രമിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ.
സർവജ്ഞപീഠം കയറിക്കൊണ്ടിരിക്കുക. എല്ലാ പാപവും നമ്മുടെ തീരും. അത്രയ്ക്കും കഷ്ടപ്പാടാണ്. പക്ഷെ എന്നാലും എൻ്റെ മുകളിലെത്തുമ്പോൾ എല്ലാ വിഷമവും തീരും. അതിൻ്റെ ഇടയ്ക്ക് നല്ല എന്താ പറയുക റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ല, ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ്. 5 മിനിറ്റ് ഇരുന്നിട്ടൊക്കെ വേണം പോവാൻ. ഭഗവാനെ, ഒരല്പനേരം വിശ്രമിച്ചിട്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ യാത്രയിൽ ഞാൻ പല പ്രായക്കാരെ കണ്ടു. അല്പം നന്നായി പ്രായമുള്ളവർ പോലും അവരെ ആ ക്ഷീണത്തൊന്നും വകവെക്കാതെ അവര് യാത്ര ചെയ്യാണ്. കാരണം ആ സർവജ്ഞപീഠം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പ്രകൃതി നൽകുന്ന ഉണർവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് തപസ് ചെയ്ത്, അഗസ്ത്യ മുനി വരെ ഇവിടെ അദ്ദേഹത്തിന് വരെ ഒരു തപസ് ചെയ്തൊരു ഭൂമിയാണെന്നാണ് പറയുന്നത്. ആ തപോഭൂമിയുടെ എല്ലാം ഒരു ശക്തിയായിരിക്കും, ഉണർവായിരിക്കും നമ്മളെല്ലാം സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്രയിൽ നയിക്കുന്നത്. ഏകദേശം നമ്മൾ എത്താറായി. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഞാനിപ്പോ സർവജ്ഞപീഠത്തിന്റെ അടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം എന്താ പറയുക, ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സർവജ്ഞപീഠത്തിന്റെ എത്തിക്കഴിഞ്ഞൊരു സന്ധ്യാസമയത്ത് അവിടെ ഇരുന്ന് നമ്മൾ നന്നായിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലെ മണിയടി കേൾക്കാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും അത്രയധികം സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം താഴെ ജീപ്പ് കാത്തു നിൽക്കുന്നു. അത് പോകുന്നതിന് മുന്നേ നമ്മളവിടെ എത്തണം. എന്തായാലും ഞാനിപ്പോൾ സർവജ്ഞപീഠം എത്തി. ഇവിടെ വെച്ചാണ് ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്തതെന്ന് പറയുന്നു. ഒരിക്കൽ ദർശനം ലഭിച്ചാൽ പിന്നീട് നമുക്ക് ആനന്ദവും ഉണർവും ജ്ഞാനവും ഊർജം എല്ലാം കിട്ടാനുള്ള വഴി തുറക്കുന്ന പറയുന്നത്. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ലഭിച്ചപ്പോഴാണ് ആ ശങ്കരാചാര്യ യാത്ര ചെയ്തു തുടങ്ങിയത്. അത്തരമൊരു യാത്രയുടെ തുടക്കം പോലെ തന്നെയാണ് ഞാനും ഇവിടെ എത്തിയത്. അങ്ങനെ സർവജ്ഞപീഠം കണ്ടു. എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സർവജ്ഞപീഠത്തിലെത്തി ഇവിടെ കാണാൻ. കുറേ നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ വഴി. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. പോകാൻ തോന്നണില്ല, പക്ഷെ സമയമായതുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങാണ്. ഞാനിപ്പോൾ മൂകാംബി അമ്മയുടെ നടക്കിലാണ്. 3 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ട്. നന്നായിട്ട് തൊഴുതു. ഉദയാസ്തമന പൂജ എല്ലാം തൊഴുതു. ഇവിടെ ഞാൻ സർവജ്ഞപീഠം പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തൊന്നും എടുത്തില്ല. കാരണം ഈ 3 ദിവസം വന്നിട്ടും അമ്മയുടെ നടക്കിൽ നിന്ന്, അമ്മയുടെ അടുത്ത് നിന്ന് ആ ഭക്തിയോടെ നിൽക്കുമ്പോൾ എനിക്ക് വ്ലോഗ് ചെയ്യാനൊന്നും തോന്നിയില്ല. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന സമയത്താണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് കുറച്ചധികം സമയം ചിലവഴിക്കണം എന്നുള്ളത്. കുറച്ച് നേരം ഞാൻ ഇതുപോലെ സർവജ്ഞപീഠത്തിൽ പോയിട്ട് എനിക്ക് പറ്റാവുന്ന അത്ര സമയം ഞാൻ മെഡിറ്റേഷനിലിരുന്നു. അവിടെ സമയത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വേഗം തിരിച്ചു പോന്നു. എന്തായാലും ഇന്നലെ ഞാൻ ഉദയാസ്തമന പൂജയുടെ ലാസ്റ്റ് രാത്രി തൊഴുതപ്പോൾ ഞാനിവിടെ സരസ്വതി മണ്ഡപത്തിൽ ഒന്നുകൂടെ ഡാൻസ് ചെയ്തു. അവിടെ കുറച്ച് പേര് പാട്ടൊക്കെ സംഗീതം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഡാൻസ് അല്ല ചെയ്തത്. ആ പാട്ടിനൊപ്പം ആയിപ്പോയി എൻ്റെ ഡാൻസ്. ഇന്നിപ്പം ഞാൻ തിരിച്ച് ഒന്നുകൂടെ തൊഴുത് ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴാണ് വഴിയിൽ അവരെന്നെ പരിചയപ്പെടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ദേവി എനിക്ക് അനുഗ്രഹം തന്ന പോലെ എനിക്ക് തോന്നുന്നത്. അവരൊക്കെ കലാക്ഷേത്രത്തിലെ വലിയ വലിയ ഫാക്കൽറ്റീസ് ആയിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അമ്മയുടെ നടക്കുന്ന ഡാൻസ് ചെയ്തപ്പോൾ അവരുടെ പാട്ടിനൊപ്പം ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ തൊഴാനാണെങ്കിലും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വളരെ നന്നായിട്ട് തൊഴാൻ പറ്റി. ശനി ഞായറൊക്കെയാണ്, തിരക്കൊക്കെയാണെന്ന് അറിയായിരുന്നു. എന്നാലും ഇവിടെ നിന്ന് തൊഴണമെന്ന് തന്നെ വിചാരിച്ച് വന്നത്. എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.